ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആറാം ഘട്ട വോട്ടെടുപ്പും പൂർത്തിയായിരിക്കുന്നു. രാവിലെ മുതൽ മന്ദഗതിയിലായിരുന്നു ആറാം ഘട്ടത്തിലെ പോളിംഗ്. ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ പ്രകാരം 58.82% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. 8 സംസ്ഥാനങ്ങളിലെ 58 ലോക്സഭാ മണ്ഡലങ്ങളാണ് വിധിയെഴുതിയത്. സ്വാതി സന്തോഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അസിത, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആറാം ഘട്ട പോളിംഗ് അവസാനിക്കുമ്പോൾ പോളിംഗ് ശതമാനത്തിൽ വലിയ കുറവ് തന്നെ, ആദ്യഘട്ടങ്ങളെ പോലെ തന്നെ പോളിംഗ് ശതമാനത്തിൽ കുറവ് തന്നെ ഉണ്ടായിട്ടുണ്ട്. മൊത്തം പോളിംഗ് ശതമാനം പരിശോധിക്കുകയാണെങ്കിൽ 58.82% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ കഴിഞ്ഞ ഘട്ടങ്ങളെ പോലെ തന്നെ ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നിട്ടുള്ളത് പശ്ചിമ ബംഗാളിൽ തന്നെയാണ്. 78.19% പശ്ചിമ ബംഗാളിലെ പോളിംഗ് ശതമാനം. ഏറ്റവും കുറവ് പോളിംഗ് ശതമാനം ജമ്മു കാശ്മീരിലാണ്. 51.41% ജമ്മു കാശ്മീരിലെ പോളിംഗ് ശതമാനം. ഇന്ന് രാവിലെ തന്നെ 7 മണിയോടെ തന്നെ പോളിംഗ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. വളരെ ഭേദപ്പെട്ട നിലയിൽ ഉച്ചവരെ പോളിംഗ് പോയെങ്കിലും ഉച്ചയ്ക്ക് ശേഷം പോളിംഗ് മന്ദഗതിയിൽ ആയിട്ടുണ്ട്. പോളിംഗ് ശതമാനത്തിൽ വലിയൊരു കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ദില്ലി തന്നെയാണ്. ദില്ലിയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് പോളിംഗ് ശതമാനത്തിൽ വലിയൊരു കുറവ് രേഖപ്പെടുത്തിയതായി കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. ദില്ലിയിലെ പോളിംഗ് ശതമാനം 54.37%. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് മുഴുവൻ സീറ്റിലും നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു. അതായത് 7 സീറ്റിലും BJP വിജയിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും അതത്ര എളുപ്പമല്ല. വലിയ തരത്തിലുള്ള തിരിച്ചടി BJPക്ക് ഉണ്ടാകും എന്ന സൂചനകൾ കൂടിയാണ് ഈ പോളിംഗ് ശതമാനത്തിലെ കുറവ് എന്ന് വിലയിരുത്തപ്പെടേണ്ടതായിട്ട് വരും. പ്രത്യേകിച്ചും ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഇന്ത്യ മുന്നണിക്ക് വേണ്ടി ഒരുമിച്ച് മത്സരിക്കുന്നു എന്ന പ്രത്യേകതയും ഈ ഘട്ടത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനം കുറഞ്ഞത് BJPയെ ആശങ്കപ്പെടുത്തുന്നത്. മറ്റൊരു സംസ്ഥാനം പരിശോധിക്കുകയാണെങ്കിൽ ഹരിയാനയുമായി ബന്ധപ്പെട്ട മോദി വിരുദ്ധ വികാരം ശക്തമായി നിലനിൽക്കുന്ന ഒരു സംസ്ഥാനം തന്നെയാണ് ഹരിയാന. പ്രത്യേകിച്ചും കർഷകരുടെ സമരമടക്കം ഇപ്പോഴും നടക്കുന്ന ഒരു സാഹചര്യത്തിൽ, മോദിക്കെതിരെ വലിയ വികാരം അവിടെ ശക്തമാകുന്ന ഒരു സാഹചര്യത്തിൽ ഹരിയാനയിലും പോളിംഗ് ശതമാനത്തിൽ കുറവ് തന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതും BJPക്ക് വലിയ തരത്തിൽ തിരിച്ചടിയാവുന്നു. പ്രചരണങ്ങളിലടക്കം ഇറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യം നേരത്തെ തന്നെ ഹരിയാനയിൽ ഉണ്ടായിരുന്നു. മറ്റ് സംസ്ഥാനങ്ങളിലും പോളിംഗ് ശതമാനം വളരെ കുറവ് തന്നെയാണ്. പശ്ചിമ ബംഗാളിലടക്കം വിവിധ സംഘർഷ സാധ്യതകളൊക്കെ നിലനിന്നിരുന്നു. കൃത്രിമമായി വോട്ട് ചെയ്തെന്ന് ആരോപിച്ചുകൊണ്ട് തൃണമൂൽ കോൺഗ്രസും BJPയും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. ഇതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി അടക്കം തൃണമൂൽ കോൺഗ്രസ് നൽകിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വലിയ പരാതികളും ഈ ഘട്ടത്തിലും ഉയരുന്നുണ്ട്. കഴിഞ്ഞ ഘട്ടങ്ങളിൽ ഉണ്ടായ പോലെ പോളിംഗ് ശതമാനത്തിലുണ്ടായ കുറവ്, അത് സംബന്ധിച്ച കണക്കുകളൊക്കെ പുറത്തുവിടുന്നതിൽ വലിയ കാലതാമസം കഴിഞ്ഞ ഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. ഈ ഘട്ടത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ എന്തായാലും പോളിംഗ് ശതമാനം കുറഞ്ഞത് BJPക്ക് തിരിച്ചടിയാകുമോ എന്ന ആശങ്ക നിലനിൽക്കുമ്പോൾ ഇന്ത്യ മുന്നണി വലിയ തരത്തിലുള്ള പ്രതീക്ഷ തന്നെയാണ് ഈ ഘട്ടത്തിലും മുന്നോട്ട് വയ്ക്കുന്നത്. അസിത.